जय गोपी जनवल्लभा यशोदनन्दन व्रजनरञ्जन यशोदनन्दन व्रजनरञ्जन जय राधा माधव कुंज बिहारी जय गोपी जनवल्लभा यशोदनन्दन व्रजनरञ्जन हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे राम हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे जय प्रभुपदां जय प्रभुपदां जय प्रभुपदां जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा हरि बोल हरि बोल हरि बोल हरि बोल। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 4-ാമത്തെ അധ്യായം 11-ാമത്തെ ശ്ലോകം. ശ്ലോകം വായിക്കാം. നമന്ദിയപാദനികേതമാത്മനാഃ ശിവായ ഹാനിയധനാനി ശത്രവാഃ കഥം സവീരാഃ ശ്രീയത്മപി സത്യജാം യുഗൈഷതോ സൃഷ്ടുമഹോ സഹാസുഃ നമന്ദിയപാദനികേതമാത്മജാഃ ആത്മനാഃ ശിവായ ഹാനിയധനാനി ശത്രവാഃ കഥം സവീരാഃ ശ്രീയത്മതുസ്ത്യജാം യുഗൈഷതോ സൃഷ്ടുമഹോ സഹാസുഃ. നമന്തി വണങ്ങുന്നു, യത് പാദ ആരുടെ, പാദം നികേതം കീഴിൽ, ആത്മന സ്വയം, ശിവായ ക്ഷേമം, ഹാനീയ പതിവായി വരുത്തുക, ധനാനി സമ്പത്ത്, ശ്രദ്ധവാഹ ശത്രുക്കൾ, കഥം ഏതു കാരണത്താൽ, സഹ അദ്ദേഹം, വീരഹ തീരോദാത്തമായ, ശ്രിയം ഐശ്വര്യങ്ങൾ, അംഗ ഓ, ദുസ്ത്യജ ദുസ്തരം, യുവ പൂർണ്ണ യൗവനം, യുവ പൂർണ്ണ യൗവനം, ഐഷത കാംക്ഷിച്ചു, ഉച്ഛ്രഷ്ടം ഉപേക്ഷിക്കുക, അഹോ ആശ്ചര്യം, സഹ സമേതനായി, അസുഖീഹി ജീവിതം. വിവർത്തനം വായിക്കും. പരിഷത്ത് മഹാരാജാവിന്റെ ശത്രുക്കൾ പോലും അദ്ദേഹത്തെ വന്നു കണ്ട് അവരുടെ സമസ്ത സമ്പത്തുകളും സുക്ഷേമാർത്ഥം
പരീക്ഷിത് മഹാരാജാവിന്റെ കാൽക്കൽ വച്ച് വണങ്ങത്തക്ക വിധം മഹാനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. പൂർണ്ണ യൗവനയുക്തനും മഹാശക്തനും ദുസ്തരങ്ങളായ രാജകീയ സമ്പത്തുകൾ അധീനതയിലാക്കിയവനുമായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. ആകയാൽ എന്തുകൊണ്ടാണ് തന്റെ ജീവൻ ഉൾപ്പെടെ സർവ്വതും ഉപേക്ഷിക്കാൻ അദ്ദേഹം സന്നദ്ധനായത്? ഭാവാർത്ഥം അനിഷ്ടകരങ്ങളായ യാതൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ശാന്തസുന്ദരനും യൗവനയുക്തനുമായ അദ്ദേഹത്തിന് അധികാരത്തോടെയും ധനാഡംബരങ്ങളോടെയും ജീവിതം ആസ്വദിക്കാൻ സാധ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും സുക്ഷേമാർത്ഥം അദ്ദേഹത്തെ സന്ദർശിച്ച് അവരുടെ സമസ്ത സമ്പത്തുകളും അദ്ദേഹത്തിന്റെ കാൽക്കൽ വെച്ച് സമർപ്പണം ചെയ്ത് വണങ്ങത്തക്ക വിധം അതിപ്രബലനും മഹാശക്തനും ധീരോദാത്തനുമായിരുന്നു ശ്രീ പരീക്ഷിത് മഹാരാജ്. ആകയാൽ നികുതി പിടിച്ചടക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മഹാരാജാവ് പരീക്ഷിത് ഭഗവത് ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ സകല ശത്രുക്കളെയും അദ്ദേഹം കീഴടക്കിയതിന് രാജ്യം സമർത്ഥ സമ്പന്നമായിരുന്നു. പയസ്ഥാന്യങ്ങൾ, ലോഹങ്ങൾ എന്നിവ സമർത്ഥമായും സർവ്വ നദികളും പർവ്വതങ്ങളും വിഭവസമർത്ഥമായും നിലനിന്നിരുന്നു. ഭൗതികമായി സർവ്വതും സമൃദ്ധമായിരുന്നു. ആകയാൽ ജീവനും രാജ്യവും സന്ദർഭോചിതമല്ലാത്ത ത്യജിക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. ഇവയെക്കുറിച്ചെല്ലാം ശ്രവിക്കുന്നതിന് ഋഷിമാർ അത്യന്തം ഉത്സുകരാണ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമൃതം സദാതി സകലാമൃതം. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപീശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വർഷപാലോസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരപാണിപ്രചാരിണേ ശൂന്യപാഠി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തില് 4-ാമത്തെ അധ്യായത്തില് 11-ാമത്തെ ശ്ലോകമാണ്. ആ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. നമന്തി യത്പാദനികേതമാത്മനാഃ ശിവായ ഹാനിയ ധനാനി ശത്രവാഃ. കഥം സവീരാഃ ശ്രീയംഗദുസ്ത്യജാം വിവേശതോ ശ്രേഷ്ഠ മഹോത്സഹാസുഖീ. ഇവിടെ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തെ പ്രകീർത്തിച്ച് കൊണ്ടുള്ള ശ്ലോകമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഭാഗവതത്തിൽ കുറച്ചുകൂടി സൗണ്ടിൽ പറയാമോ? സൗണ്ട് അല്പ കുറവാണ്, ദയവായി സൗണ്ട്. ഹരേ കൃഷ്ണ, കേൾക്കാമോ പ്രഭു? ഇപ്പൊ ഓക്കെ. അതെ അതെ, ഹരേ കൃഷ്ണ. ഇവിടെ പരീക്ഷിത് മഹാരാജാവിനെ പ്രകീർത്തിച്ചു കൊണ്ട് പറയുന്ന ശ്ലോകം കേൾക്കാമോ പ്രഭു? കേൾക്കാം മാതാജി. മാക്സിമം സൗണ്ടിൽ ദയവായി പറഞ്ഞാലും മാതാജി, കാരണം റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് നാളെയും കേൾക്കാനാണ്. ദയവായി സൗണ്ടിൽ പറഞ്ഞാലും താങ്ക് യു. പരീക്ഷിത് മഹാരാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്ന ഒരു ശ്ലോകമാണിത്. നമ്മുടെ ഈ ഭാഗവത്തില് നേരത്തെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നൈമിഷാരണ്യത്തിലെ ഋഷിമാര് സൂത ഗോസ്വാമിയോട് 6 ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് സൂത ഗോസ്വാമി അതിന് ഉത്തരം പറഞ്ഞു. അതിനുശേഷം ശൗനക ഋഷി വന്നിട്ട് സൂത ഗോസ്വാമിയോട് 3 ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഒന്ന് ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രത്തെ കുറിച്ച് ചോദിച്ചു. അടുത്ത് സുഖദേവ ഗോസ്വാമിയെ കുറിച്ച് ചോദിച്ചു. അടുത്ത് പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഇതിന് മുമ്പത്തെ കുറച്ച് ശ്ലോകങ്ങളിൽ സുഖദേവ ഗോസ്വാമിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ ഭഗവത്ഗീതയില്
ഭഗവാൻ പറയുന്നുണ്ട്, ചാതുർവർണ്ണയത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഇവരെ കുറിച്ച്, ഇവരുടെ കടമകളെ കുറിച്ചും അതിൽ പറയുന്നുണ്ട്. ഒരു ബ്രാഹ്മണൻ എങ്ങനെയായിരിക്കണം, ഒരു സമൂഹത്തില് ഒരു ക്ഷത്രിയൻ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ നമുക്ക് തരുന്ന ഉപദേശമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതില് ഭഗവാൻ വന്നിട്ട് തന്റെ സുഹൃത്തും ഭക്തനുമായ അർജുനനെയാണ് ഭഗവാൻ തന്റെ ഉപദേശം കൊടുക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. അർജുനൻ എന്ന് പറയുന്നത് ക്ഷത്രിയനാണ്. അപ്പൊ ഒരു ക്ഷത്രിയ ധർമ്മം എങ്ങനെ നമുക്ക് പാലിക്കാം എന്ന് അതിൽ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരണം. അർജുനൻ ഉപദേശിച്ചോർത്ത് നമുക്കത് പറഞ്ഞു തരണം. പിന്നെ ചൈതന്യ ചരിതാമൃതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു വൈഷ്ണവൻ മറ്റൊരു വൈഷ്ണവനോട് എങ്ങനെ ഇടപഴകാം, എങ്ങനെ പെരുമാറാം എന്ന് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഭാഗവത്തിലാണെങ്കിൽ കൂടുതലും ഭക്തന്മാരെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അതായത് നമ്മൾ നിത്യം ഭാഗവത സേവക, ദിവസവും ഭാഗവതം നമ്മൾ ശ്രവിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ഭക്തനും എന്തൊക്കെ ചെയ്താണ് ഭഗവാനെ സമീപിച്ചത്, അവരെന്തൊക്കെ അപരാധം ചെയ്തപ്പോഴാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്, ഇതെല്ലാം ഭാഗവത്തില് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് രാജാക്കന്മാരെ കുറിച്ച് ഭാഗവത്തില് പറയുന്നുണ്ട്. പരിഷത്ത് മഹാരാജാവ്, നമ്മുടെ അംബരീഷ മഹാരാജാവ്, പൃഥ്വി മഹാരാജാവ്, പ്രഹ്ലാദ് മഹാരാജാവ്, ഇതുപോലെ ഒരുപാട് മഹാരാജാക്കന്മാരെ കുറിച്ച് ഭാഗവത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് നമ്മുടെ നവവിധ ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതില് ഏതെങ്കിലും ഒന്നിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭക്തി നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റും. ഇപ്പോ അംബരീഷ മഹാരാജ വന്നിട്ട് നവവിധ ഭക്തിയിലൂടെ ഭഗവാനെ സമീപിച്ച രാജാവാണ്. അതില് നമ്മുടെ പരിഷത്ത് മഹാരാജ വന്നിട്ട് ശ്രവണത്തിലൂടെ ഭഗവാനെ സമീപിച്ചതാണ് പരിഷത്ത് മഹാരാജ. അപ്പോ ശ്രവണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു 3 തരം ശ്രവണമുണ്ട്. ഗുണശ്രവണം, നാമശ്രവണം, ഗുണശ്രവണം, ലീലാശ്രവണം. ഭഗവാന്റെ ലീലകളെ കുറിച്ച് ശ്രവിക്കുക, ഭഗവാന്റെ നാമത്തെ കുറിച്ച് ശ്രവിക്കുക. ഇങ്ങനെ 3 തരം ശ്രവണങ്ങള് ഭാഗവത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഇതില് പരിഷത്ത് മഹാരാജ വന്നിട്ട് ശ്രവണത്തിലൂടെ ഭഗവാനെ സമീപിച്ച് ഭക്തനാണ്. അപ്പൊ ഇതില് ഈ ശ്ലോകത്തില് പറയുന്നുണ്ട്, പരിഷത്ത് മഹാരാജാവിന്റെ ഗുണങ്ങളെ കുറിച്ച് ഭാഗാർത്ഥത്തിൽ പറയുന്നുണ്ട്. ശാന്തസുന്ദരനും യൗവനയുക്തനുമായ അദ്ദേഹത്തിന് അധികാരത്തോടെയും ധനാഡംബരങ്ങളോടും ജീവിതം ആസ്വദിക്കാൻ സാധ്യമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും സ്വക്ഷേമാർത്ഥം അദ്ദേഹത്തെ സന്ദർശിച്ച് അവരുടെ സമർത്ഥ സ്വത്തുകളും അദ്ദേഹത്തിന്റെ കാൽക്കൽ വെച്ച് സമർപ്പണം ചെയ്ത് വണങ്ങത്തക്ക വിധം അതിപ്രബലനും മഹാശക്തനും ധീരോദാത്തനുമായിരുന്നു പരിഷത്ത് മഹാരാജാവെന്ന് പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം വന്നിട്ട് സകല ശത്രുക്കളെയും കീഴടക്കിയതിനാൽ രാജ്യം സമ്പൽ സമൃദ്ധമായിരുന്നു. പിന്നെ ധാന്യങ്ങൾ, ലോഹങ്ങൾ എന്നിവ സമൃദ്ധമായും, പിന്നെ സർവ്വ നദികളും പർവ്വതങ്ങളും വിഭവസമൃദ്ധമായും നിലനിന്നു. അപ്പോ ഇതില് അപ്പോ ഒരു രാജാവിന്റെ ഗുണങ്ങൾ, പരിഷത്ത് മഹാരാജാവിന്റെ ഗുണങ്ങളെ കുറിച്ച് ഇതിൽ തന്നെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരിഷത്ത് മഹാരാജാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം വന്നിട്ട് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ ഭഗവാന്റെ സംരക്ഷണം കിട്ടിയ ഒരു ഭക്തനായിരുന്നു പരിഷത്ത് മഹാരാജാവ്. അദ്ദേഹം അതായത് പരിഷത്ത് മഹാരാജാവ് രാജാവായിട്ട് അവരോധിക്കപ്പെട്ട സമയത്ത് തന്നെ കലിയുഗ ആരംഭം തുടങ്ങിയായിരുന്നു. അപ്പൊ കലിയുഗ ആരംഭത്തിൽ തന്നെ ഒരു സൂചനയായിരുന്നു അത്. അപ്പൊ കലിയുഗ ആരംഭത്തിൽ തന്നെ ഒരു ബ്രാഹ്മണ ശാപം പരിഷത്ത് മഹാരാജിന് കിട്ടി. അപ്പോ എന്നിട്ട് കൂടി, അതായത് ബ്രാഹ്മണ ശാപം തന്നെ, അതായത് കലിയുഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ബ്രാഹ്മണൻ അധപ്പതിച്ചു തുടങ്ങി എന്നതിനൊരു സൂചന തന്നെ അവിടെ കിട്ടി. അതായത് ബ്രാഹ്മണൻ അവിടെ ഏറ്റവും തരംതാന്ന് പോയി എന്നുള്ളത് അവിടെ കാണിക്കുകയാണ്. അതിലൂടെയാണ് കലിയുഗത്തിൽ ബ്രാഹ്മണരാണ് ഒരുപാട് തെറ്റ് ചെയ്യുന്നത് എന്നവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പരിഷത്ത് മഹാരാജാവ്
അതായത് ഒരു വിഷ്ണു ഭക്തനാണ്. അപ്പം വിഷ്ണു ഭക്തനായിരുന്നിട്ടും കൂടി ഈ ശാപം കിട്ടിയപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ആ ശാപത്തിനെതിരായിട്ട്, അതായത് ശാപത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഒരിക്കലും ഭഗവാനോട് അഭ്യർത്ഥിച്ചില്ല. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ആ ഒരു ശാപം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, കാരണം അദ്ദേഹം ഒരു ഭക്തനായിരുന്നു, ഒരു ഭഗവത് ഭക്തനായതുകൊണ്ട് ഒരു ഭക്തൻ വന്നിട്ട് യാതൊന്നും തന്നെ ഭഗവാന്റെ അടുത്തുനിന്ന് ആഗ്രഹിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം അത് ഒരിക്കലും ഭഗവാനോട് ആവശ്യപ്പെട്ടില്ല. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്, ശുഗദേവ ഗോസ്വാമിയെ സമീപിക്കുകയാണ് ചെയ്തത് ഭഗവത്ഗീത ശ്രവണത്തിനായിട്ട്. അതായത് 7 ദിവസം അദ്ദേഹത്തിന് മൃത്യു വരിക്കാൻ 7 ദിവസം ഉണ്ടായിരുന്നിട്ടും കൂടി അദ്ദേഹം അത് ഭാഗവത ശ്രവണത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ സോറി അപ്പൊ ഇവിടെ ഒരു ഭക്തന് വന്നിട്ട് സർവ ഗുണങ്ങളും സ്വമേധ കരസ്ഥമാക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. പരീക്ഷിത് മഹാരാജാവ് ഇതിന് ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഒരു ശുദ്ധ ഭക്തനെ വന്നിട്ട് അനർഹമായിട്ട് ഭഗവാനോട് ഒന്നും തന്നെ യാചിക്കുന്നില്ല. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കേൾക്കാൻ പാടില്ല. ഹരേ കൃഷ്ണ, കേൾക്കാം മാജി, പറയണ കേൾക്കാം. അപ്പോ ഇവിടെ പറയുന്നുണ്ട്, തന്റെ മേലുള്ള ബ്രാഹ്മണ ശാപം നീതിക്കുതകുന്നതല്ല. അദ്ദേഹത്തിന് പരീക്ഷിത് മഹാരാജൻ അറിയാമായിരുന്നു. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പരീക്ഷിത് മഹാരാജാവ് ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ടെന്നാല് കലിയുഗം ആരംഭിക്കുന്നുവെന്നും ഇവിടെ ബ്രാഹ്മണ സമൂഹത്തിന്റെ അധപ്പതനം അതിന്റെ ഒരു സൂചനയാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഒരു കാലചക്ര അതായത് കാലപ്രവാഹഗതിയിൽ അനാവശ്യമായിട്ട് ഇതിനൊരു ഇടപെടൽ വേണ്ട എന്ന് പരീക്ഷിത് മഹാരാജാവ് തീരുമാനിച്ചു. പിന്നെ അദ്ദേഹം വന്നിട്ട് ഒരു മഹാഭാഗവതനായിരുന്നു. അതുകൊണ്ട് മൃത്യു വരിക്കാനായിട്ട് സ്വയം പര്യാപ്തനായി പരീക്ഷിത് മഹാരാജാവ്. അതുകൊണ്ട് അദ്ദേഹത്തിന് 7 ദിവസം ആ സമയം ഉണ്ടായിരുന്നു. അതിന് ഭാഗവത ശ്രവണത്തിന് വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തി. പിന്നെ അതുകൊണ്ടാണ് ശുഗദേവ ഗോസ്വാമിയുടെ സംസർഗം കിട്ടുകയും അദ്ദേഹത്തിന് മരണത്തെ ഉചിതമാംവിധം ഉപയോഗിക്കാനായിട്ട് പരീക്ഷിത് മഹാരാജാവിന് കഴിഞ്ഞു. അപ്പോ നമ്മുടെ ഭാഗവത്തില് ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ സമീപിക്കാൻ പറ്റും. അപ്പോ നമ്മുടെ 1-ാം സ്കന്ധത്തിൽ തന്നെ ശ്രവണത്തിലൂടെ നമ്മുടെ 9 തരം ശ്രവണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ഫസ്റ്റ് നമുക്ക് ശ്രവണമാണ് പറയുന്നത്. അപ്പൊ ആ ശ്രവണത്തിൽ കൂടെ നമ്മുടെ ഭഗവാനെ സമീപിച്ച പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചും കീർത്തനത്തിലൂടെ അത് പറഞ്ഞു കൊടുത്ത ശുഗദേവ ഗോസ്വാമിയെ കുറിച്ചാണ് നമുക്ക് ഈ 1-ാം സ്കന്ധത്തിൽ പറയുന്നത്. അപ്പോ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ രീതി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ സമീപിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ ഓരോ ഭക്തരെയും നമ്മൾ
കുറിച്ചും ദിവസവും പറയുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെ നമ്മളും ആ ഒരു ഇത് ഓരോന്നും തിരഞ്ഞെടുക്കണം. ഭഗവാനെ സമീപിക്കാനുള്ള ഓരോ രീതിയും തിരഞ്ഞെടുക്കണം എന്നതാണ് നമ്മൾ ഇതിലൂടെ കാണിച്ചു തരുന്നത്. അതുപോലെ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാക്ഷ്യം സഖ്യമാത്മ നിവേദനം. അപ്പോൾ ഇതില് നമുക്ക് ഏത് രീതി വേണോ തിരഞ്ഞെടുക്കാം. അതില് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശ്രവണമാണ്. അപ്പോ ശ്രവണത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നു. ശ്രവണത്തിലൂടെ നമ്മുടെ ബോധം ഭഗവാനിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അപ്പൊ അതിന് ഉത്തമ ഉദാഹരണമാണ് പരീക്ഷിത് മഹാരാജാവ്. ഇപ്പോ അവർക്ക് അത്രയും ഒരു ഭഗവാന്റെ ഭക്തന് യാതൊന്നും ആഗ്രഹങ്ങളില്ല, പിന്നെ മറ്റൊന്നും ആഗ്രഹിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു അതീന്ദ്ര ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ എന്ന് പറയുന്നത് അവിടെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. അവർക്ക് ഭഗവാനുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. പിന്നെ അവർക്കറിയാം എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ പരമാത്മാവായി കുടികൊള്ളുന്നു എന്നവർക്കറിയാം. അതുകൊണ്ടെല്ലാം തന്നെയാണ് അവർക്ക് ആ ജ്ഞാനം ലഭിച്ചത് കൊണ്ടാണ് അവര് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്കത് തരണം ചെയ്യാനും അവരതൊരു പോസിറ്റീവായിട്ട് അവർക്കത് എടുക്കാനും പറ്റുന്നത്. അപ്പോൾ നമ്മള് ഓരോരുത്തരും ഇതുവഴി നമ്മൾ ഭക്തിയിൽ വരുന്നതിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങളും തരണം ചെയ്യേണ്ട ഓരോ അവസ്ഥ നമുക്ക് വരും. അപ്പൊ അത് എങ്ങനെ നമ്മൾ തരണം ചെയ്യണം, നമ്മളത് ഏത് രീതിയിൽ എടുക്കണം. അതായത് ഇപ്പോ ഒരു ബ്രാഹ്മണനെ ശപിക്കപ്പെട്ടിട്ടും കൂടി പരീക്ഷിത് മഹാരാജാവ് യാതൊരു ദേഷ്യവും അദ്ദേഹത്തോട് കാണിച്ചില്ല. അപ്പോ അത് ഏത് രീതിയിൽ പരീക്ഷിത് മഹാരാജാവ് എടുത്തു എന്നുള്ളത് നമുക്കതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പല പല ഘട്ടങ്ങൾ തരണം ചെയ്യേണ്ടി വരും. അപ്പോ അത് നമ്മൾ ഏത് രീതിയിൽ എടുക്കണം, നമ്മൾ അതിനെ എങ്ങനെ അതിജീവിച്ചു പോകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് ശ്രീമദ് ഭാഗവതമാണ്. നമ്മള് ദിവസവും ഭാഗവത ശ്രവണത്തിലൂടെ നമുക്ക് അതിനൊരു വല്ലാത്ത ഒരു ശക്തി ആ ഭാഗവത ശ്രവണത്തിന് കിട്ടും. കാരണം നമ്മളത് ഭക്തന്മാരിലൂടെയാണ് കേൾക്കുന്നത്. ഭക്തന്മാരിലൂടെ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഭൗതികമായ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ മുക്തനായിക്കൊണ്ടിരിക്കും. അപ്പോ ഈ വക കാര്യങ്ങൾ നമ്മൾ ഭാഗവതത്തിലൂടെ നമ്മൾ വെറും കേട്ടാൽ മാത്രം പോരാ, നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു പോകാനായിട്ട് നമ്മൾ അതിന് തയ്യാറാകണം. നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്നും ഇതൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ പരീക്ഷിത് മഹാരാജിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സർവമഹാസാഗരങ്ങളുടെയും ഭൂഗോളത്തിന്റെയും ചക്രവർത്തിയായിരുന്നു. പിന്നെ അപ്രകാരമുള്ള ഒരു സാമ്രാജ്യം നേടുന്നതിൽ യാതൊരു വിഷമവും അദ്ദേഹത്തിന് നേരിടേണ്ടിയും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പിതാമഹന്മാരായ മഹാരാജ യുധിഷ്ഠിരിൽ നിന്നും ഭ്രാതാക്കളിൽ നിന്നും അനന്തരാവകാശിയായി ലഭിച്ചതാണ് ഈ സാമ്രാജ്യം. അപ്പോ അത് നല്ല രീതിയിൽ നിർവഹിക്കുകയും അദ്ദേഹത്തിന്റെ പിതാമഹന്മാരുടെ സത്നാമങ്ങളെ സമൂല്യമായി നിലനിർത്തുകയും ചെയ്തു. അതിന് ഫലമായിട്ട് അവിടെ അശുഭകരമായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ എന്നിരിക്കലും എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സർവ്വവിധ അനുഗ്രഹപരമായ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ചിട്ട്
മരണം വരെ ഉപവാസം അനുഷ്ഠിച്ച് ഗംഗാതീരത്ത് ഉപേക്ഷിതനായത് എന്നും ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇതിനൊക്കെ ഉത്തരം എന്ന് പറയുന്നത് അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഭഗവാന്റെ സംരക്ഷണം ലഭിച്ചത് കൊണ്ട് അത്രയും ഒരു അതീന്ദ്രിയമായ ഇതിലായിരുന്നു പരീക്ഷിത് മഹാരാജാവ് എന്ന് വേണം പറയാൻ. പിന്നെ അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അതായത് ഒരു രാജാവ് എങ്ങനെ ഭരിക്കണം, ഏത് രീതിയിൽ ഭരിച്ച യഥാ രാജ തഥാ പ്രജ. അപ്പോ രാജാവ് എങ്ങനെയായിരുന്നാൽ തന്റെ പ്രജകളും എങ്ങനെ ആയിരിക്കും എന്നതാണ് നമ്മുടെ ഒരു ഉത്തമ രാജാവിന്റെ ഗുണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു രാജാവിന്റെ കടമ എന്ന് പറയുന്നത് ഓരോ ജനങ്ങളെയും ഭഗവത് ധാമത്തിലോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതായത് സമൂഹത്തില് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രങ്ങൾ. അപ്പോൾ ഒരു രാജാവ് ബ്രാഹ്മണന്റെ ഉപദേശവും കൂടി കേൾക്കണം. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിന് അത് അറിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാനും കൂടെ ഈ ഒരു 1-ാം സ്കന്ധത്തിലെ പരീക്ഷിത് മഹാരാജാവിന്റെ ഈ ഒരു ഇത് കുറെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു രാജാവ് ന്റെ കടമ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഭരണം, പ്രജകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കുക, പിന്നെ അവരെ നമ്മുടെ ഭഗവാന്റെ അടുത്തോട്ട് എത്താനുള്ള വഴി നമുക്ക് കൊടുക്കുക. അതാണ് ഒരു രാജാവിന്റെ കടമ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശത്രുക്കൾ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ടുള്ള കാര്യം ഇവിടെ പറയുന്നത്. ശത്രുക്കൾ വന്നതും പിന്നെ അദ്ദേഹത്തിന്റെ സകല ശത്രുക്കളെയും അദ്ദേഹം കീഴടക്കിയത് കൊണ്ട് രാജ്യം സമർത്ഥവും സമ്പന്നമായിരുന്നു. ഒരു ഭഗവത് ഭക്തന് വന്നിട്ട് അത്രയും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ധർമ്മത്തിനെതിരെ പോരാടാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, അവിടെ ധാന്യങ്ങളും പിന്നെ സർവ്വ നദികളും പർവ്വതങ്ങളും ഇതെല്ലാം കൊണ്ടും അവിടെ അങ്ങനെ ഒരു ഭക്തന്റെ രാജ്യം വന്നിട്ട് എല്ലാ രീതിയിലും വിഭവസമൃദ്ധമായിരിക്കും. പിന്നെ ഇതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. പിന്നെ നമ്മുടെ മറ്റ് വൈഷ്ണവർക്ക് ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ സാധിക്കും. എനിക്ക് ഇത്രയൊക്കെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇതിവിടെ നിർത്തുകയാണ്. ഇത്രയും സംസാരിക്കാനായിട്ട് ഇവിടെ അനുവദിച്ചതിൽ നമ്മുടെ പതാമത പ്രഭുവിനോടും ഐശ്വര്യ മാജിയോടും ഇത്രയും നേരം ഇത് കേട്ടിരുന്ന മറ്റു വൈഷ്ണവരോടും നന്ദി പറയുന്നു. എനിക്ക് നമ്മള് മറ്റു വൈഷ്ണവരിൽ നിന്നും കേട്ടറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. മാജി വളരെ കുറച്ച് കാര്യങ്ങളെ പറയാനുണ്ടായിരുന്നുള്ളൂ. ഹരേ കൃഷ്ണ. നന്നായിരുന്നു മാജി, വളരെ നന്നായിരുന്നു. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. മറ്റു ഡിവോട്ടീസിന് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ദയവായി ആഡ് ചെയ്യുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി മാജി, വളരെ നന്ദി. താങ്ക് യു മാജി. മാജി 3 തരം ശ്രവണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് ഒന്നുകൂടെ പറയാമോ മാജി പ്ലീസ്? നാമശ്രവണം, ചരിതശ്രവണം, ഗുണശ്രവണം. കേട്ടോ പ്രഭു? നാമ ശ്രവണം, ചരിതശ്രവണം, ഗുണശ്രവണം അല്ലേ? സൂപ്പർ 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 മാജി. കൃഷ്ണ പ്രഭു, എനിക്ക് വളരെ കുറച്ചു നേരമേ എടുക്കാൻ പറ്റുള്ളൂ പ്രഭു. ഒരുപാട് പറയാനായിട്ട്. അത് വളരെ നന്നായിരുന്നു മാജി, വളരെ അർത്ഥവത്തായിരുന്നു. വളരെ വളരെ നന്ദിയുണ്ട്. ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡവത് പ്രണാം.
നന്നായിരുന്നു മാതാജി. കുറച്ചുള്ളെങ്കിലും മാതാജി കാര്യം അത്ര പ്രസക്തമായിട്ടാണ് പറഞ്ഞത്. അവിടെ പരീക്ഷിത് മഹാരാജാവിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നിയ ഒരു ഇത് ഞാൻ പറയാണ്. അതായത് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. അപ്പോ നമ്മള് അതെല്ലാം ഭഗവാനായിട്ട് തരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും കുഴപ്പമാണ്. അപ്പോ ഭാഗവതത്തിൽ ഒരു ശ്ലോകമുണ്ട്, എനിക്ക് തോന്നുന്നു 10-4 തത്തേനുകമ്പാം സുസക്ഷ്മീഷ്ടമാണ് കുഞ്ചാനമേവയ്ക്ക ഘൃതം വിഭാഗം. അതെല്ലാം എന്റെ കർമ്മങ്ങൾ കൊണ്ട്, അല്ലാതെ എന്റെ ഇതുകൊണ്ട് വന്നതാണ്. അല്ലാതെ അതെനിക്ക് വേറെ ആരെങ്കിലും തന്നതോ അല്ലെങ്കിൽ ഭഗവാനായിട്ട് തരുന്നതോ അല്ല. അപ്പൊ അത് ഞാൻ അതിനെ തരണം ചെയ്ത് കടന്നേ പോക്കുള്ളൂ. അതിന് നമ്മൾ ഭഗവാനെ ആശ്രയിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇതാണെന്നാണ് എനിക്ക് അതിലൊന്ന് പറയാൻ തോന്നുന്നത്. പക്ഷെ ആ ഒരു ഇത് നമുക്ക് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭൗതിക ഇതിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും, ഒരുപാട് ക്ലേശങ്ങൾ വരും. അപ്പോഴൊക്കെ നമ്മള് വല്ല ഡിപ്രസ്ഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ വിട്ടുപോകാനുള്ള ഒരു ടെൻഡൻസി വരും നമുക്ക്. അല്ലെങ്കിൽ ഭഗവാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്റെ ഭഗവാൻ എനിക്ക് ഇങ്ങനെ തന്നു എന്നൊക്കെയുള്ള ചിന്താഗതി നമ്മൾക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ക്രമേണ ഭഗവാനിൽ കൂടുതൽ ആശ്രയിക്കുന്നതോടെ, അല്ലെങ്കിൽ അതിങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ അവസ്ഥയിൽ എത്താൻ പറ്റുള്ളൂ. പറയാൻ എളുപ്പമാണെങ്കിലും അത് വളരെ പ്രയാസമാണ്. എങ്കിലും നമ്മൾ ആ ഒരു റിയലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അത് മനസ്സിലാക്കാനും അതിലേക്ക് കൂടുതൽ ഭഗവാനെ ആശ്രയിക്കാനുമുള്ള ആ ഒരു പാഠം, അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പരീക്ഷിത് മഹാരാജാവിന്റെ ഈ എല്ലാം ഉപേക്ഷിച്ചിട്ട് പരീക്ഷിത് മഹാരാജ് ഭഗവാനെ ആശ്രയിച്ചു, ഭഗവാൻ ശ്രമിക്കാൻ വേണ്ടി ഇരുന്നു എന്നുള്ളതിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ശരിയാണെന്ന് അറിയില്ല പ്രഭു, കഥാമത പ്രഭു തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി, വളരെ നന്ദി മാജി. താങ്ക് യു ഫോർ ദ റിയലൈസേഷൻ. മാജി എല്ലാം പറഞ്ഞത് കറക്റ്റ് തന്നെ. മാജിയുടെ നമ്പർ എനിക്ക് ഒന്ന് ചാറ്റിൽ ഒന്ന് ഇടാമോ മാജി? ക്ലാസ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അന്ന് സൂചിപ്പിച്ചിരുന്നു. മാജിയുടെ മകളാണെന്ന് തോന്നുന്നു അല്ലേ അന്ന് ഉള്ളത്? ഓക്കെ, അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ട്. എനിക്ക് അത്രയൊന്നും ഞാനിങ്ങനെ കേട്ടിട്ട് പറയുന്നതേ ഉള്ളൂ, ഞാൻ എടുത്തിട്ടില്ല. അല്ല, നമ്മൾ അന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ മാജിയുടെ നമ്പർ വേണമെന്ന്. നമ്പർ ഞാൻ തരാം. ഇപ്പൊ തന്നെ അയച്ചാൽ മതി പ്ലീസ്. അയക്കാം പ്രഭു. അതെ, വിനോദ് കുമാർ പ്രഭുവിന്റെ നമ്പർ അയച്ചിട്ടുണ്ടല്ലേ? വിനോദ് കുമാർ പ്രഭു. ഹരികൃഷ്ണ പ്രഭു എവിടെ നിന്നാണ് പ്രഭു ജോയിൻ ചെയ്തത്? ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, എന്നെ അറിയാം. ഞാൻ അവിടെ വന്നിട്ടുള്ള, ഞാൻ അവിടെ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള, കരമന ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള. ആണോ പ്രഭുവിന്റെ വീഡിയോ ഓൺ ചെയ്യാമോ പ്രഭു? ഒന്ന് മനസ്സിലാക്കാൻ. ഹലോ, ഹലോ, ഇതാണ് ഞാനാണ്. സ്വാഗതം മനസ്സിലായി. സ്വാഗതം പ്രഭുജി, സ്വാഗതം ക്ലാസ്സിലേക്ക്. ഓക്കെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട ശ്യാമവല്ലഭ പത്മ ദേവിദാസി, പ്രിയപ്പെട്ട മാതാജി, വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ ദീക്ഷ എടുത്ത ഒരു സൂപ്പർ മാതാജിയാണ്. മാതാജിയുടെ ക്ലാസ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും മാതാജി എത്രത്തോളം ഡീപ്പായിട്ട് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാതാജിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മാതാജി 3 മണിക്ക് മുമ്പേ ഉണരുന്ന മാതാജിയാണ്. ഡെയിലി 300 പേജ് ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ശ്രീല പ്രഭുപാദന്റെ പുസ്തകം വായിക്കുന്ന വ്യക്തിയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ശ്രീമദ് ഭാഗവതം വായിച്ചു തീർന്ന വ്യക്തിയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ചൈതന്യ ചരിതാമൃതം വായിച്ചു തീർന്ന വ്യക്തിയാണ്. അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ശ്രീമദ് ഭാഗവതവും ഭാഗവത സുബോധിനിയും കൂടെ കമ്പയർ സ്റ്റഡി ചെയ്ത് വായിച്ചു തീർത്ത വ്യക്തിയാണ്. വളരെ ഹംബിളും സിമ്പിളും സൈലന്റുമായ മാതാജി വളരെ ഡീപ്പ് റിയലൈസേഷൻ ഉള്ള മാതാജിയാണ്. അപ്പോ ശരിക്കും മാതാജി വളരെ സൈലന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഭഗവാനിൽ വളരെ ഡീപ്പായിട്ടുള്ള ഭക്തിയുള്ള, ആത്മാർത്ഥമായി സേവ ചെയ്യുന്ന സൈലന്റ് ഡ്യൂട്ടിയാണ്. ആരടുത്തും അധികം സംസാരിക്കത്തില്ല.
എന്നാൽ വളരെ നല്ല റിയലൈസേഷൻ ഉള്ള പ്രിയപ്പെട്ട മാതാജി വളരെ മനോഹരമായി ഇന്ന് ക്ലാസ് എടുത്തു. ഹിസ് ഹോൾനെസ് ജയപതാക സ്വാമി മഹാരാജിന്റെ ഉത്തമ ശിഷ്യകളിൽ ഒരാളാണ് മാതാജി. മാതാജിയും കുടുംബവും വളരെ ആത്മാർത്ഥമായി ഇസ്കോൺ ട്രിവാൻഡ്രത്തില് വളരെ ആത്മാർത്ഥമായ സേവകൾ ചെയ്തു വരുന്നു. ഇനിയും മാതാജിയുടെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. മാതാജിയോട് അതിന്റെ പെർമിഷൻ ചോദിക്കുന്നു. എന്താ മാതാജി, നമുക്ക് വീണ്ടും ഇതേപോലെ ക്ലാസ് എടുത്തോടെ? ഇപ്പം ബ്രോ അറിയാന്നുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ കുറച്ച് പേടിയുണ്ട്, ആദ്യമായിട്ട് എടുക്കുന്നോണ്ട്. ഒരു പേടിയുമില്ല, മാതാജി നന്നായി തന്നെയാണ് ക്ലാസ് എടുത്തത്. ഇനിയും മുന്നോട്ട് വരണം മാതാജി. ആ പേടി മാറാൻ വെള്ളത്തിൽ കുളിക്കും പോലെ ആദ്യം കുളിക്കുമ്പോൾ കുറച്ച് തണുപ്പായിരിക്കും, ഒരിക്കൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ തണുപ്പ് മൊത്തത്തിൽ അങ്ങ് മാറും. മാതാജി ക്ലാസ് എടുത്തു. ഇപ്പൊ 2 ക്ലാസ് ആണ് ആയത്. കഴിഞ്ഞ ക്ലാസ് നമുക്ക് കേൾക്കാൻ സാധിച്ചില്ല, ഞങ്ങൾ അഹോബലത്ത് പോയിരുന്നു. അപ്പൊ ഇന്ന് ആണ് മാതാജിയുടെ ക്ലാസ് ആദ്യമായി ഞാൻ കേൾക്കുന്നത്. ഗംഭീരം, വളരെ നന്നായിരുന്നു. മാതാജിയുടെ ഇനിയും നല്ല റിയലൈസേഷൻസ് ഉണ്ട്. നമുക്ക് അറിയാം, ശ്രവണം, കീർത്തനം, സ്മരണം എന്നൊക്കെ പറയുമെങ്കിലും ശ്രവണം 3 തരം ഉണ്ട് എന്ന് മാതാജി വളരെ ഡീപ്പ് റിയലൈസേഷനിൽ നിന്നും അത് മാതാജി പറയുകയുണ്ടായി. അപ്പോ അതൊക്കെ മാതാജി നല്ല രീതിയിൽ ഭാഗവതം വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് മാതാജി തന്ന ഈ റിയലൈസേഷൻസ് എല്ലാം. തീർച്ചയായും മാതാജിയുടെ ഒരുപാട് സ്റ്റഫ് ഇനിയും ഉണ്ട്. ഭാഗവത സുബോധിനിയും ഭാഗവതവും വെച്ച് വായിച്ചു തീർത്ത ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് മാതാജി. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട മാതാജി, സന്തോഷമായിട്ട് മുന്നോട്ട് വന്നാൽ. വളരെ നന്ദി മാതാജി, വളരെ നന്ദി. ശ്യാമവല്ലഭ പത്മാവതി ദേവിദാസി മാതാജിക്ക് ജയ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പ്രഭു, ഇതിന്റെ വീഡിയോ കിട്ടുവോ യൂട്യൂബില്? ഹരേ കൃഷ്ണ പ്രഭു. തീർച്ചയായും മാതാജി, നമുക്ക് അഭയചരണം ടി വി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, അഭയചരണം ടി വി. അതായത് ഇന്ന് നമ്മൾ അയച്ചുന്ന ലിങ്കില് ഏറ്റവും താഴെ യൂട്യൂബിന്റെ ചാനലിൽ ലിങ്ക് ഉണ്ടാകും. അതിൽ അമർത്തിയാൽ നിങ്ങൾക്ക് അതിനകത്ത് കയറാം. തീർച്ചയായിട്ടും ഇന്ന് വരെയുള്ള എല്ലാ ക്ലാസ്സും, ശ്രീമദ് ഭാഗവതത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ക്ലാസ്സും, അതേപോലെ തിരുവനന്തപുരം കോൺഗ്രിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്കോൺ ട്രിവാൻഡ്രത്തിന്റെ അണ്ടറിലുള്ള വിവിധ സെന്ററിൽ നടത്തുന്ന ക്ലാസ്സുകളും ഒക്കെ അതിനകത്ത് റെക്കോർഡഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാതാജി. ദയവായി അത് ഉപയോഗപ്പെടുത്തിയാൽ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ഇന്ന് തന്നെ ഇടുവോ? അല്ല, ഇന്ന് ഇടത്തില്ല, അത് 2 ദിവസം കഴിഞ്ഞേ ഇടത്തുള്ളൂ. മാതാജി ദയവായി വെയിറ്റ് ചെയ്താൽ പ്ലീസ്. ഓക്കെ പ്രഭു, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. നന്ദി. ഞാൻ മിസ് ചെയ്തു, ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പോഴേക്കും മാതാജിയുടെ ലെക്ചർ കഴിഞ്ഞിരുന്നു, അതാ ചോദിച്ചത്. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. പ്രണാമം. Thank you, Maji. Thank you so much. Hare Krishna. Dandavad pranams Maji. Dandavad pranams. Panchakalpadurupescha kripa sindhubhyo vacha padmanam bhavanebhyo vaishnavebhyo namo namaha. Hare Krishna Maji. Thank you Maji. Thank you so much. Hare Krishna. Thank you Mataji.